സെയിം ലെങ്ത് ഉള്ള സ്ട്രിങ് എടുക്കുകയാണ്, പക്ഷേ മാസ് എങ്ങനെയാ ഡിഫറെന്റ് ആണ്, ഓരോ ബോംബിന്റെയും മാസ് ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. എന്താ റീസൺ? ടി ഈക്വൽ ടു 2π × √L/g ആണ്. ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഏത് മാസം എടുത്താലും ബോബിന്റെ മാസം എന്തായാലും ശരി, ലെങ്ത് സെയിം ആണ് എന്നുണ്ടെങ്കിൽ, സ്ട്രിങ്ങിന്റെ ലെങ്ത് സെയിം ആണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ടി എന്ന് പറയുന്നത് ആകെ രണ്ട് കാര്യങ്ങളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ലെങ്ത് ഓഫ് സ്ട്രിങ്, പിന്നെയോ ഒന്ന് ജി എ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, explain what happens to the period of oscillations if the point of suspension of the simple pendulum. നമുക്കറിയാം പെൻഡുലത്തിന് സ്ട്രിങ്ങിവിടെ ഒരു പോയിന്റ് ഫിക്സ്ഡ് ആണ് അല്ലേ? ഈ പോയിന്റ് ഫിക്സ്ഡ് ആണ്. അപ്പോ ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ, ഈ പോയിന്റിന് ഓ എന്ന് പറയുന്ന പോയിന്റിന് ഒരു 5 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ 5 എക്സാമ്പിള്, ഈ 5 കേസ് ഇവിടെ നടക്കുന്ന സമയത്ത് എന്തായിരിക്കും പറ്റുക? ടിക്ക് എന്ത് പറ്റും? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. Explain what happens to the period of oscillation if the point of suspension of the simple pendulum moves vertically upwards with an acceleration f. അപ്പോൾ ഈ ഒരു പോയിന്റ് moves vertically up with an acceleration f. അപ്പോൾ മേളിലേക്ക് എന്ത് ചെയ്യാണ്? with an acceleration f മൂവ് ചെയ്യാണ്. അപ്പൊ എന്ത് പറ്റും? ടിക്ക് എന്താണ് പറ്റും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ഈ 5 കേസില് ടൈം പീരീഡ് എന്ത് സംഭവിക്കും? ഒന്നാമത്തെ കേസ് എന്താ? ഈ ഫിക്സ് ചെയ്ത പോയിന്റ് മേളിലേക്ക് മൂവ് ചെയ്യാണ് വിത്ത് ആൻ ആക്സലേഷൻ എഫ്. അപ്പൊ നമുക്കറിയാം ടി എന്ന് പറയുന്നത് 2π × √L/g ആണ്. ലെങ്തിനെയും ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലെങ്ത് മാറും? ഇവിടെ ലെങ്ത് മാറുന്നില്ലല്ലോ. ജസ്റ്റ് ആ സപ്പോർട്ട്, മോളിൽ സപ്പോർട്ട് എന്ത് ചെയ്യാണ്? മേളിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ അതിന്റെ കൂടെ പെൻഡുലം മേളിലേക്ക് മൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ലിഫ്റ്റിന്റെ മുകളിൽ തൂക്കിയിട്ടേക്കാണ് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ലിഫ്റ്റ് എന്ത് ചെയ്യാം? മേളിലേക്ക് മൂവ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ എന്താ ചെയ്യാം? അതിന്റെ കൂടെ അത് മൂവ് ചെയ്യും. അല്ലാതെ ലെങ്ത് മാറുന്നില്ലല്ലോ. ലെങ്ത് മാറുന്നുണ്ടാവില്ല അല്ലെ? ആ സ്ട്രിങ്ങിന് ലെങ്ത് മാറുന്നില്ല. ലിഫ്റ്റ് മേളിലേക്ക് പോകുമ്പോഴും അതിന്റെ കൂടെ അത് മൂവ് ചെയ്യും. പക്ഷെ ആര് മാറും? ജി മാറും. നമുക്കറിയാം ജിയുടെ കേസ് പഠിക്കാനുണ്ട് അല്ലെ? മുകളിലേക്ക് പോകുന്ന കേസില്, ലിഫ്റ്റിന്റെ കേസില് അതേ എക്സ്പ്രഷൻ മതി അല്ലെ? ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് ആക്സിലേഷൻ എന്ന് പറയുന്നത് ജി പ്ലസ് എ ആയിരിക്കും അല്ലെ? ലിഫ്റ്റ് മുകളിലേക്ക് വിത്ത് ആൻ ആക്സിലേഷൻ എ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എഫക്റ്റീവ് ആക്സിലേഷൻ? അപ്പാരന്റ് വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ജി എഫക്റ്റീവ് എന്താണ്? ജി പ്ലസ് എ ആയിരിക്കും. ജി പ്ലസ് എ ആയിരിക്കും. താഴത്തേക്കാണെങ്കിലോ ജി മൈനസ് എ ആണ് അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയാ? മേളിലേക്ക് മൂവ് ചെയ്യണം അല്ലെ? ഫോർ എക്സാമ്പിൾ ഇത് സപ്പോർട്ടാണ് ഇവിടെ ലിഫ്റ്റിന്റെ മൂവ്. അപ്പൊ ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മേളിലേക്ക് മൂവ് ചെയ്യും വിത്ത് ആൻ ആക്സിലേഷൻ. ഇവിടെ എന്താ പറയുന്നത്? എഫ് എന്നാണ് പറയുന്നത് അല്ലെ? എ അല്ല, എഫ് എന്നാണ് പറയുന്നത്. സോ എന്താ വരിക? ടി ഈസ് ഈക്വൽ ടു 2π × √L/g അല്ല, ജി പ്ലസ് എഫ് എന്ന് വരും. ജി പ്ലസ് എഫ് എന്ന് വരും അല്ലെ? എനിക്ക് വരെ എഫ് അത്രയും. കാരണം അവിടെ ഒരു ലിഫ്റ്റ് മേളിലേക്ക് വിത്ത് ആൻ ആക്സിലേഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുക? എഫക്റ്റീവ് ആക്സിലേഷൻ ഇൻക്രീസ് ചെയ്യും. ജി ആയിരിക്കില്ല, ജിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോ ഇവിടെ ജി പോരാ, ജി പ്ലസ് എഫ്. അപ്പൊ ശരിക്കും പറഞ്ഞത് എന്താ ഇക്വേഷൻ? 2π × L/g മാത്രം പോരാ, L/g എഫക്റ്റീവ് ആണ് ശരിക്കുള്ള ഇക്വേഷൻ. അപ്പോ ലിഫ്റ്റ് അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് മൂവ് ചെയ്യാം എന്ന് വെച്ചാൽ എക്സാമ്പിൾ എന്താ പറയാം? ലിഫ്റ്റിന്റെ മുകളിലത്തെ ഭാഗം മേളിലേക്ക് മൂവ് ചെയ്യാം, ലിഫ്റ്റ് മേളിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ എന്താ പറ്റുക? നമുക്കറിയാം ജി എന്ന് പറയുന്ന ആ കേസിൽ ജി പ്ലസ് എ ആണ്, ഇവിടെ ജി പ്ലസ് എഫ് ആണ്. അപ്പൊ എന്ത് വരും? ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് ജി പ്ലസ് എഫ് ആണ്. അല്ല, എന്ത് പറ്റി? ഇവിടെ കൂടി അല്ലെ? ജി കൂടുമ്പോഴോ ടി കുറയും. ഇൻവേഴ്സ്ലി ആണ് അല്ലെ? ജി താഴെയാണെങ്കിൽ ടി മുകളിലാണ് അല്ലെ? ഇൻവേഴ്സ്ലി ആണ്. ജി കൂടുന്നതോറും ടി കുറയും. അപ്പൊ ടൈം പീരീഡ് എന്ത് ചെയ്യും? ടൈം പീരീഡ് കുറയും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടൈം പീരീഡ് ഡിക്രീസസ്. കാരണം ജി എഫക്റ്റീവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് കുറയും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, moves downwards vertically with an acceleration less than the acceleration due to gravity. അപ്പൊ താഴത്തേക്ക് എന്ത് ചെയ്യണം? താഴത്തേക്ക് വിത്ത് ആൻ ആക്സിലേഷൻ എഫ് മൂവ് ചെയ്യണം. നെക്സ്റ്റ് കേസ് താഴത്തേക്ക് വിത്ത് ആൻ ആക്സിലേഷൻ എഫ് മൂവ് ചെയ്യണം. അപ്പൊ ആ കേസ് നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട് അല്ലെ? താഴത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ? ഇതേ കേസ് ലിഫ്റ്റ് താഴത്തേക്ക് വരികയാണെങ്കിൽ എന്താണ്? ജി മൈനസ് എ ആണ് അല്ലെ? ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് ജി മൈനസ് എ ആണ്. ലിഫ്റ്റ് താഴത്തേക്കാണെങ്കിൽ എന്താ വരിക? ജി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ജി മൈനസ് എ ആണ്. അപ്പോ സെക്കൻഡ് കേസ്, ഇത് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്താണ്? ലിഫ്റ്റ് താഴത്തേക്ക് വരികയാണെന്ന് ചോദിച്ചു. ലിഫ്റ്റ് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടോ? ആ സപ്പോർട്ട് ചെയ്യുന്ന അത് എന്ത് ചെയ്യാണ്? താഴത്തേക്ക് വരികയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നു, ലിഫ്റ്റിന്റെ മുകളിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതേ കേസാണ്. അപ്പൊ താഴത്തേക്ക് വരികയാണ്. ലിഫ്റ്റ് താഴത്തേക്ക് ആക്സിലേഷൻ വരുമ്പോൾ എത്രയാണ് ജി എഫക്റ്റീവ്? ജി മൈനസ്. അപ്പൊ ഇവിടെ എന്ത് വരും? ടി ഈസ് ഈക്വൽ ടു 2π × ലെങ്ത്തിനൊന്നും യാതൊരു മാറ്റം ഉണ്ടാവില്ല. ജി മാറി. ജി എഫക്റ്റീവ് എത്രയാ? ജി മൈനസ് എഫ് ആണ്. താഴത്തേക്കാണെങ്കിൽ എഫക്റ്റീവ് ആക്സിലേഷൻ കുറയും, ജി മൈനസ്. അപ്പൊ എന്ത് പറ്റി?
ജി കുറഞ്ഞില്ലേ അല്ലെ, ജി കുറഞ്ഞു. അപ്പൊ എന്ത് വരും, ടി ടി എന്താ ചെയ്യുക, ഇൻക്രീസ് അല്ലെ. ഡിനോമിനേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, വാല്യൂ കൂടും. സോ സെക്കൻഡ് കേസിൽ ആൻസർ എന്താ, ടൈം പീരീഡ് ഇൻക്രീസ്. സോ സപ്പോർട്ട് മേളിലേക്ക് തന്നെ ആക്സിലേഷൻ എഫ് മൂവ് ചെയ്യുകയാണെങ്കിൽ ജി കൂടും. സോ ജി കൂടിയാൽ ടി കുറയും. സപ്പോർട്ട് താഴത്തേക്ക് തന്നെ ആക്സിലേഷൻ എഫ് വരികയാണെങ്കിൽ ജി എഫ് ടി കുറയും, അപ്പൊ ടൈം പീരീഡ് കൂടും. തേർഡ് ക്വസ്റ്റ്യൻ, falls freely under gravity. Falls freely under gravity. അതായത് ആ പെൻഡുലം എന്ത് ചെയ്യാണ്, ഫ്രീ ഫോൾ ആണ് അല്ലെ. അതായത് സപ്പോർട്ട് എന്ത് ചെയ്യാണ്, വിത്ത് ആൻ ആക്സലേഷൻ ജി താഴത്തേക്ക് വീഴാണ്. എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ല, ലിഫ്റ്റിന് അതേ കേസ് തന്നെ പറയാം. ഇപ്പൊ ലിഫ്റ്റിന്റെ മുകളിലാണ് ആ പെൻഡുലം തൂക്കിയിട്ടിരുന്നത്. എന്താ ചെയ്തേ, ലിഫ്റ്റ് പൊട്ടി താഴത്തേക്ക് വീഴും. അപ്പൊ എന്തായിരിക്കും ആക്സലേഷൻ, ജി ആയിരിക്കും. അപ്പൊ അങ്ങനെ ആക്സലേഷൻ ജി ആണെങ്കിൽ നമുക്കറിയാം ജി എഫ് ടി എന്ന് പറയുന്നത് ജി മൈനസ് എ ആണ്. അപ്പൊ ജി മൈനസ് ജി വരും എത്രയാണ്, 0 എന്ന് വരും. അപ്പോ ആ പെൻഡുലത്തിന്റെ ആ ഫിക്സഡ് പോയിന്റ് താഴത്തേക്ക് വിത്ത് ആൻ ആക്സിലേഷൻ എ ജി വീഴാണ് അല്ലെ. താഴത്തേക്ക് തന്നെ വീഴുന്നത് വിത്ത് ആൻ ആക്സിലേഷൻ ജി താഴത്തേക്ക് മൂവ് ചെയ്യാണ്. ഫ്രീ ഫോൾ ആണ്, ഫ്രീ ഫോൾ. എക്സാമ്പിൾ എന്താ പറയാം, ഇത് ലിഫ്റ്റിന്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. ലിഫ്റ്റ് താഴത്തേക്ക് വീഴാണ്, ഫ്രീ ഫോൾ ആണ്. ഫോർ എക്സാമ്പിൾ ആ മുകളിൽ റോപ്പ് പൊട്ടി താഴത്തേക്ക് വീഴാണ്. ആ സമയത്ത് ഈക്വൽ ടു ജി, ജി എഫ് ടി കാണുന്നത് എങ്ങനെയാ, താഴത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ജി മൈനസ് എ ആണ്. അപ്പൊ ജി മൈനസ് ജി തന്നെ വരും, 0. ഇക്വേഷൻ നോക്കാം, ടി ഇസ് ഈക്വൽ ടു 2π√L/G ആയിരുന്നു, മീൻസ് ജി എഫക്റ്റീവ് ആണ്. ഈ കേസിൽ എത്രയാ ജി എഫക്റ്റീവ്, 0 ആണ്. അപ്പൊ താഴെ 0 ആണെങ്കിൽ, ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ ടി എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും അല്ലെ. ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ എന്താ പറ്റിയ, ടി ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. നെക്സ്റ്റ് കേസ്, moves horizontally with an acceleration f. moves horizontally with an acceleration f. അതായത് ആ സപ്പോർട്ട് എന്ന് പറയുന്നത്, സപ്പോർട്ട് ഏതാ, ഈ സപ്പോർട്ട് എന്താ ചെയ്യുന്നത്, ഹൊറിസോണ്ടലി വിത്ത് ആൻ ആക്സിലേഷൻ എഫ് മൂവ് ചെയ്യണം. അപ്പോൾ ഈ സപ്പോർട്ട് എന്നുള്ള ഒരു ആക്സിലേഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ആക്സിലേഷൻ ഉണ്ട് ഹൊറിസോണ്ടലി. ഓൾറെഡി ഒരു ആക്സിലേഷൻ ഉണ്ടല്ലോ താഴത്തേക്ക്, ജി ഉണ്ടല്ലോ അല്ലെ, ജി ഉണ്ടല്ലോ അല്ലെ. അപ്പോ ഇവിടെ എത്ര ആക്സിലേഷൻ ഉണ്ട്, 2 ആക്സിലേഷൻ ഉണ്ട് അല്ലെ. ഒന്ന് റൈറ്റിലോട്ടും ഒന്ന് ഡൗൺവേർഡ്സ്. അതായത് ഇങ്ങനെയാണ് 2 ആക്സിലേഷൻ ആക്ട് ചെയ്യുന്നത്, ഒന്ന് ഹൊറിസോണ്ടലി ഒന്ന് വെർട്ടിക്കലി. എത്രയാണെങ്കിൽ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ജി എഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, √G² + F² ആയിരിക്കില്ലേ. പാരലോഗ്രാം √P² + Q² + 2PQ cos θ. ഇവിടെ cos 90 0 ആയിട്ട് വരും. അപ്പൊ √P² + Q² മാത്രമാവും. അപ്പൊ √F² + G² വരും. ഇതാണ് ജി എഫ് ടി എന്ന് പറയുന്നത്. അപ്പൊ ടി ഇസ് ഈക്വൽ ടു 2π√L/G ആണ്. L/G എഫക്റ്റീവ് ആണ്. എന്താ വരിക, √G² + F². ഓക്കെ അല്ലേ. അപ്പൊ എപ്പോഴും ടി ഇസ് ഈക്വൽ 2π√L/G ആണെങ്കിലും ആ ജി ആക്ച്വലി മീൻ ചെയ്യുന്നത് എന്താ, എപ്പോഴും 9.8 നിർബന്ധം ഉണ്ടോ, ഇല്ല. ജി എഫ് ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ റൈറ്റിലേക്ക് ഒരു എഫ് ഉണ്ട്, ആക്സിലേഷൻ ഉണ്ട്, താഴത്തേക്ക് ഒരു ജി ഉണ്ട്, 2 ആക്സിലേഷൻ. അപ്പൊ എഫ് ടി കാണുന്നത് എങ്ങനെയാ, പാരലോഗ്രാമിലോ √F² + G² + 2F × G × cos 90. cos 90 0. അപ്പൊ √F² + G² മാത്രമാവും. ഇതാണ് എന്ത്, ജി എഫ് ടി എന്ന് പറയുന്നത്. അപ്പൊ 2π √L/ എന്താ വരിക, ജി ആയിരുന്നു, ആ ജിക്ക് വരുന്നത് വരും √G² + വരും. എങ്ങനെ എന്താ പറ്റിയ, ജി കൂടിയില്ലേ അല്ലെ. ജി മാത്രമല്ല √G² + F². അപ്പൊ ജി ഇൻക്രീസ് ചെയ്തു, എന്താ പറ്റിയ, ടൈം പീരീഡ് കുറയും, ടൈം പീരീഡ് കുറയും. കാരണം ഇവിടെ ജി എന്ന് പറയുന്നത് ഒരു വേറെ കമ്പൗണ്ട് വന്നു, അപ്പൊ റിസൾട്ടിന്റെ കൂടുതലായിരിക്കും അല്ലെ. സോ എന്ത് പറ്റി, T is 2π√G² + F² ആണ്. L/√G² + F² ആണ്. കിലോമീറ്റർ കൂടി എന്താ പറ്റിയ, ടൈം പീരീഡ് കുറയും, ടൈം പീരീഡ് ഡിക്രീസസ്. ഓക്കെ, അടുത്ത കേസ് നോക്കാം. മൂവ്സ് ഹൊറിസോണ്ടലി വിത്ത് ആൻ ആക്സിലേഷൻ എഫ്. ആരാ മൂവ് ചെയ്യുന്നത്, ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ത് ചെയ്യാണ്, ഹൊറിസോണ്ടലി വിത്ത് ആൻ ആക്സിലേഷൻ എഫ് മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇതാണ് പെൻഡുലം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഈ പോയിന്റ് ഹൊറിസോണ്ടലി വിത്ത് ആൻ ആക്സിലേഷൻ എഫ് മൂവ് ചെയ്യാം അല്ലെ. അപ്പോ ടി ഈക്വൽ ടു 2π√L/G ആണ്. ശ്രദ്ധിക്കുക, ജി എന്താ, എപ്പോഴും 9.81 അല്ല, ജി എഫക്റ്റീവ് ആണ്. ഓർമ്മ, ജി എഫക്റ്റീവ് ആണ്. ഇവിടെ ഇപ്പൊ എത്ര ആക്സിലേഷൻ ഉണ്ട്, 2 ആക്സിലേഷൻ ഇല്ലേ, ഒന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ്സും ഒന്ന് ഹൊറിസോണ്ടലി. 2 ആക്സിലേഷൻ. അപ്പൊ അതിന്റെ എഫക്റ്റീവ് ആണല്ലേ, നമുക്ക് ഇങ്ങനെ വരയ്ക്കാമോ, ഇങ്ങനെ വരയ്ക്കാം. ഒന്ന് ഹൊറിസോണ്ടലി ഒന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ആംഗിൾ എത്രയാ, 90 ഡിഗ്രി. ഇതിന്റെ റിസൾട്ട് കാണാൻ എങ്ങനെയാണ്, പാരലോഗ്രാമിലോ √P² + Q² + 2PQ cos θ. എന്താ വരിക, √F² + G² എന്താ റിസൾട്ടിന് വരിക,
എഫ് സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ പ്ലസ് 2f ഇൻറ്റു ജി ഇൻറ്റു കോസ് 90 0. അപ്പൊ ആ ബാക്കിയുള്ള ടൈം വേണ്ട. അപ്പൊ എന്ത് കിട്ടി? ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ ആണ്. കൊണ്ടേ കൊടുക്കാം ടി ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ. ഓക്കെ, എഗെയിൻ കൂടുതലാ, ജിയേക്കാളും കൂടുതലാ അല്ലെ. നേരത്തെ വെറും ജി മാത്രമേ ഉണ്ടായിരുന്നു, 2π റൂട്ട് ഓഫ് എൽ ബൈ ജി മാത്രമേ ഉണ്ടായിരുന്നു. എന്ത് പറ്റി? റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ആണ്. താഴത്തെ എഫക്റ്റീവ് ആക്സിലേഷൻ കൂടിയതല്ലോ, ഇത് കൂടി. അപ്പൊ എന്ത് പറ്റും? ടൈം പീരീഡ് കുറയും, ഡിക്രീസസ്. ഓക്കെ അല്ലേ? അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എപ്പോഴും 9 പോയിന്റ് നിർബന്ധമൊന്നുമില്ല. ജി എഫക്റ്റീവ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആ ജി എഫ് ടി കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? മേളിലേക്ക് താഴത്തേക്കുള്ള മോഷൻ നോക്കണം. മേളിലേക്കാണെങ്കിൽ ഇത്ര ആക്സിലേഷൻ എ മൂവ് ചെയ്യുന്ന സമയത്ത് അത് ജി പ്ലസ് എ ആയിട്ട് മാറും. താഴത്തേക്ക് ഇത്ര ആക്സിലേഷൻ എ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ജി മൈനസ് എ ആയിട്ട് മാറും. ഫ്രീ ഫോണിന്റെ കേസിൽ താഴെ 0 വരും, ടി ഇൻഫിനിറ്റി ആണ്. ദെൻ ഹൊറിസോണ്ടൽ ഉണ്ടെങ്കിൽ ഈ കേസ് ഞാൻ പറയും. എഫക്റ്റീവ് ആക്സിലേഷൻ കൂടുകയാണെങ്കിൽ ടി കുറയും, എഫക്റ്റീവ് ആക്സിലേഷൻ കുറയുകയാണെങ്കിൽ ടി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ലാസ്റ്റ് again എന്താ പറയുന്നത്? if the point of suspension of simple pendulum is taken to a height equal to the radius of earth, ആ പെൻഡുലം നമ്മൾ എന്ത് ചെയ്യാണ്? ഹൈറ്റിലേക്ക് കൊണ്ടുപോകണം. എത്ര ഹൈറ്റ് പറയുന്നത്? ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. എർത്തിന്റെ റേഡിയസ് എത്രയാണോ അത്രയും ഹൈറ്റിലേക്ക് നമ്മൾ ആ പെൻഡുലം എത്തിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഗ്രാവിറ്റേഷൻ കേസിൽ പഠിച്ചിട്ടുണ്ട്, ജി അറ്റ് എച്ച് ആണ് ഉള്ള ഇക്വേഷൻ അല്ലെ. അപ്പൊ എത്ര ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്? ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത് ആണല്ലേ. അപ്പൊ ഈ പോയിന്റിൽ എത്തിക്കാം. എഗെയിൻ നമുക്കറിയാം ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൻ ബൈ ജി ആണ് ആണല്ലോ. എഗെയിൻ ജി എഫക്റ്റീവ് ആണ് നമുക്കറിയാം. സർഫസിൽ നിന്ന് മേളിലേക്ക് പോകുന്നവരും എന്താ ജിക്ക് പറ്റുക? കുറയും. നമുക്കറിയാം സർഫസിലാണ് മാക്സിമം. മേളിലേക്ക് പോയാലും ഡെപ്തിലോട്ട് പോയാലും ജി കുറയും. അപ്പൊ എന്തായാലും ജി കുറയും നമുക്കറിയാം. ജി കുറഞ്ഞാലും ടൈം പീരീഡ് കൂടും. അപ്പൊ എന്താ പറ്റുന്നത്? ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും. ഇനി ടൈം പീരീഡ് കാണാൻ പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഇവിടുത്തെ ജി കണ്ടുപിടിക്കാം. ഈ പോയിന്റ് ജി കണ്ടുപിടിക്കാം. എങ്ങനെയാ? ജി എച്ചിന്റെ ഇക്വേഷൻ. ഏത് ഇക്വേഷനാ? ജി ഇൻറ്റു 1 - 2h² അല്ല, ഇത് ഈക്വൽ ടു ഹൈറ്റ് എത്രയാ? ഹൈറ്റ് ഈക്വൽ റേഡിയസ് ആ, കമ്പയറബിൾ ഡിസ്റ്റൻസ് ആണ്. ചെറിയ ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h² എടുക്കാവും. ഇത് ഹൈറ്റ് എന്ന് പറഞ്ഞ കിലോമീറ്റേഴ്സ് ആണ്, റേഡിയസ് ആണ്, വലിയ ദൂരമാണ്. അപ്പോ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ എടുക്കാൻ പാടില്ല, കറക്റ്റ് ഇക്വേഷൻ വേണം. ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ അല്ലേ. ഇക്വേഷൻ അറിയാലോ. ഇവിടെ എച്ചിന് വേണ്ടി എന്ത് ചെയ്യാം? ആർ കൊണ്ടേ കൊടുക്കാം, സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ജി എച്ച് കിട്ടും. ബാക്കി ഇവിടെ കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് ടി കിട്ടിക്കോളും. അങ്ങനെ ചെയ്യാം. ഇവിടെ ഒന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് ടിക്ക് എന്ത് പറ്റുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്കറിയാം ഹൈറ്റിലോട്ട് പോകുന്നവരും ജി കുറയും, ജി കുറഞ്ഞാൽ ടൈം പീരീഡ് കൂടും. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A simple pendulum is an object suspended by a weightless and inextensible string fixed rigidly to a support. Under what conditions for the amplitude are the oscillations of the pendulum simple harmonic? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ ഏത് കണ്ടീഷനകത്താണ് സിമ്പിൾ ഹാർമോണിക് ആവുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ആ ഡെറിവേറ്റ് സമയത്ത് ഒരു കാര്യം എടുത്തിട്ടുണ്ട്, ഒരു അസംഷൻ എടുത്തിട്ടുണ്ട്. ഇഫ് തീറ്റ ഈസ് സ്മോൾ അല്ലെ, ആ മൂവ് ചെയ്യുന്ന ആംഗിൾ എങ്ങനെയാണ്? സ്മോൾ ആണ്. അപ്പൊ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട് അല്ലെ. ശരിയല്ലേ പറയുന്നത്? അപ്പൊ ആംഗിൾ ചെറുതാണ് നമുക്കറിയാം. മീനിങ് എന്താ? ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കണം? ചെറുതായിരിക്കണം, കുറവായിരിക്കണം. സോ എന്താണ് ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്? അതാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോ ഏത് കണ്ടീഷനകത്താണ് ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആവുന്നത്? ഏത് കണ്ടീഷനകത്താണ്? ആംപ്ലിറ്റ്യൂഡ് ഷുഡ് ബി മിനിമം. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ പെൻഡുലം ചെയ്യാൻ പാടില്ല, ഒരുപാട് മേളിലേക്ക് മൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഫോർ ദി ആംപ്ലിറ്റ്യൂഡ് ആർ ദി ഓസിലേഷൻസ് ഓഫ് ദി പെൻഡുലം സിമ്പിൾ ഹാർമോണിക് എന്ന് ചോദിക്കുമ്പോൾ എന്താ ആൻസർ എഴുതണ്ടേ? ആംപ്ലിറ്റ്യൂഡ് ഷുഡ് ബി സ്മോൾ. Okay, next one. The period of oscillations of the pendulum is t. What will be the period if the pendulum is suspended in a lift moving down with an acceleration equal to g/3? ഒരു പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ടി ആയിരുന്നു. അതേ പെൻഡുലം നമ്മളൊരു ലിഫ്റ്റ് കൊണ്ടേ വെക്കുകയാണ്. അപ്പൊ ലിഫ്റ്റ് താഴത്തേക്ക് വിത്ത് ആക്സിലറേഷൻ g/3 മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ പെൻഡുലത്തിന്റെ ടൈം പീരീഡ്? അതാണ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പൊ നമുക്കറിയാം ലിഫ്റ്റ് താഴത്തേക്ക് വിത്ത് ആക്സിലറേഷൻ മൂവ് ചെയ്യാണ് അല്ലെ. എത്രയാണ് എന്ന് പറയുന്നത്? g/3 ആണ്. g/3 ആണ്. അപ്പൊ നമുക്കറിയാം ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് ലിഫ്റ്റ് താഴത്തേക്കാണ് മൂവ് ചെയ്തത്. അതുകൊണ്ട് എന്താണ് ജി എഫക്റ്റീവ് എന്ന് പറയുന്നത്? g - a ആണ് അല്ലെ. g - a ആണ്. അപ്പൊ എന്ത് വരും? g - g/3 വരും. 2g/3 വരും.
റൈറ്റ്. സോ ലിഫ്റ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വിത്ത് ആക്സിലേഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് അതിന്റെ എഫക്റ്റീവ് ആക്സിലേഷൻ എന്ന് പറയുന്നത്? 2g/3 ആണ്. ഓക്കെ അല്ലേ? ഇനി അപ്പൊ ഈ ലിഫ്റ്റിലാണ് നമ്മൾ ആ പെൻഡുലം കൊണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഈ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഇപ്പൊ എത്രയാണ്? ആ ലിഫ്റ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ ടൈം പീരീഡ്? നേരത്തെ ടി ആയിരുന്നു. ലിഫ്റ്റിൽ കൊണ്ട് വയ്ക്കുന്നതിന് മുമ്പ് നോർമൽ കേസിൽ ടൈം പീരീഡ് ടി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലിഫ്റ്റിൽ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് എന്തായിരിക്കും ഇതിന്റെ ടൈം പീരീഡ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 2π × √L/g ആണ്. 2π √L/g ആണ്. ഞാൻ പ്രൊപ്പോർഷനാലിറ്റി കൊടുക്കുകയാണ്, പ്രൊപ്പോർഷൻ ആക്കുകയാണ്, ഈക്വൽ ടു മാറ്റിയിട്ട്. അപ്പൊ നമുക്ക് ആ കോൺസ്റ്റൻസും ഒക്കെ റിമൂവ് ചെയ്യാം. 2 വേണ്ട, π വേണ്ട. ലെങ്ത് വേണം? വേണ്ട, കാരണം ലെങ്ത് മാറുന്നില്ല. ഈ പെൻഡിലെ പുറത്ത് വെച്ച സമയത്തും ലിഫ്റ്റ് വെച്ച സമയത്തും ലെങ്ത് മാറുന്നില്ല. അപ്പൊ ലെങ്ത് അവിടെ കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പൊ ലെങ്ത് നോക്കണ്ട. ആര് മാത്രമാണ് മാറുക? ജി മാത്രമാണ് മാറുന്നത് അല്ലെ? ജി എഫക്റ്റീവ് ആണ് വേണ്ടേ? ഇവിടെ ജി മാറി. അപ്പൊ ജി മാറുന്നുണ്ട്. നമുക്ക് എന്ത് പറയാം? ടി പ്രൊപ്പോർഷണൽ ടു 1/√g എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ കുറെ കൂടെ ഈസി ആയിട്ട് ചെയ്യാം. കാരണം 2π ഇല്ല, ഇല്ലൊന്നുമില്ല. പ്രൊപ്പോർഷണാലിറ്റി ആക്കുന്ന സമയത്ത് വേരി ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. ടി പ്രൊപ്പോർഷണൽ ടു 1/√g. ഓക്കെ അല്ലേ? ദെൻ അപ്പൊ ഇത് ഫസ്റ്റ് കേസിലാണ്. ലിഫ്റ്റ് കൊണ്ടേ വയ്ക്കുന്നതിന് മുമ്പ് ലിഫ്റ്റ് വച്ചതിന് ശേഷം പറ്റി ടൈം പീരീഡ് മാറും. അത് ടി ഡാഷ് ആയിട്ട് മാറും. എന്താ റീസൺ? ജി മാറിയതുകൊണ്ട് അല്ലെ? സോ 1/√g എഫക്റ്റീവ് ആയി. 1/√g എഫക്റ്റീവ്. 1/√g എഫക്റ്റീവ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് ഇതിലുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യാം. രണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. സോ ഞാൻ 2/1 ചെയ്യാണ്. 2/1 ചെയ്യാണ്. അപ്പോ T'/T ഈക്വൽ ടു ആക്കാം. പ്രൊപ്പോർഷനാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാം. 1/√g എഫക്റ്റീവ് 1/√g എഫക്റ്റീവ് ബൈ 1/√g എന്ന് വരും. ശരിയല്ലേ? 1/√g എഫക്റ്റീവ് ബൈ 1/√g എന്ന് വരും. ദെൻ T'/T ഈസ് ഈക്വൽ ടു നേരെ മോളിൽ പോകുമ്പോൾ തിരിഞ്ഞു വരും അല്ലെ? ഒരു ഫ്രാക്ഷനെ വേറെ ഫ്രാക്ഷനോട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്യാം? സെക്കൻഡ് ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ പറ്റുക? 1/√g എഫക്റ്റീവ് തന്നെ ബൈ മാറി ഇൻഡു ആവും. അപ്പൊ 1/√g മാറി √g ബൈ 1 വരും. തിരിഞ്ഞു വരും. റൈറ്റ്. ദെൻ T'/T ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. √g/g എഫക്റ്റീവ്. കുഴപ്പമുണ്ടോ? g by g എഫക്റ്റീവ്. T' is equal to T അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ T ഇൻറ്റു റൂട്ട് g ബൈ എത്ര g എഫക്റ്റീവ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? ലിഫ്റ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റ് താഴത്തേക്ക് വിത്ത് ആക്സിലേഷൻ g/3 മൂവ് ചെയ്യുന്ന സമയത്ത് എത്രയാ g എഫക്റ്റീവ് എന്ന് പറയുന്നത്? g - a ആണ്. അപ്പൊ g - g/3 ആണ്. 2g/3 വരുന്നുണ്ട്. കൊണ്ടേ കൊടുക്കാലോ. സോ g എഫക്റ്റീവ് എന്ന് പറയുന്നത് 2g/3 ആണ്. 2g/3 ആണ്. റൈറ്റ്. അപ്പോ ആ g കട്ടായി. ബാക്കി എന്താ പറ്റുക? ആ 3 നേരെ മുകളിൽ വരും. സോ T' is equal to 2/3 നേരെ തിരിച്ച് മുകളിൽ വരുമ്പോ √3/2 എന്ന് വരും. പിന്നെ ഒരു ഇൻറ്റു കൂടി ഉണ്ട്, ടി കൂടി ഉണ്ട്. സോ T' is equal to √3/2 into t എന്ന ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തേ? ആദ്യത്തെ കേസിൽ ടി, സെക്കൻഡ് കേസ് എന്താ പറ്റിയത്? ആ ലിഫ്റ്റ് കൊണ്ടുപോയിട്ട് ആ ലിഫ്റ്റിനകത്ത് ഒരു പെൻഡുലം കൊണ്ട് ഫിക്സ് ചെയ്തു. അതേ പെൻഡുലം കൊണ്ട് ഫിക്സ് ചെയ്യണം. അപ്പൊ ജി അവിടെ മാറും. കാരണം വിത്ത് ആക്സിലേഷൻ ആണ് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ജി എഫക്റ്റീവ് എടുക്കണം. ജി എഫക്റ്റീവ് നമുക്കറിയാം താഴത്തേക്ക് അതുകൊണ്ട് g - a ആണ്. g - g/3 വരും. അപ്പോ 2g/3 വരും. കിട്ടി. പിന്നെ ഇക്വേഷൻ എടുത്തു. 2π √L/g ആണ് ഇക്വേഷൻ. സിമ്പിൾ ആക്കാൻ വേണ്ടി പ്രൊപ്പോർഷനാലിറ്റി ആക്കി. അപ്പൊ നമ്മൾ ജി മാത്രമേ മാറുന്നുള്ളൂ. സോ 1/√g ആണ് പ്രൊപ്പോർഷനാലിറ്റി വരിക. സെക്കൻഡ് കേസ് എടുത്തു. T' is proportional to 1/√g എഫക്റ്റീവ്. ഡിവൈഡ് ചെയ്തു. സോ എന്ത് കിട്ടിയ അവസാനം? T' is equal to t into √3/2 √3/2 into t എന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? Represent a simple harmonic motion graphically. ഈസി ആണ്. നമുക്കറിയാം y = a sin ω t എന്നൊക്കെയാണ് ഗ്രാഫ് SHM ഇക്വേഷൻ ആയിട്ട് വരുന്നത് അല്ലെ? അപ്പൊ സൈൻ ഫംഗ്ഷൻ ആണ്. സൈനിന്റെ കർവ് വരച്ചാൽ മതി. ഇങ്ങനെ വരയ്ക്കാം. ഇത് y. സോ വരച്ചാൽ മതി. ടൈം. ഓക്കെ, സോ ഇതാണ് SHM-ന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഗ്രാഫ്. Then write the differential equation representing the simple harmonic motion. Differential equation നമ്മൾ ആദ്യം ഡെറിവ് ചെയ്താണ്. എന്താണ് ഇക്വേഷൻ വരുന്നത്? d² x/dt² plus ω² x = 0. ഇതാണ് SHM-ന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. d² x/dt² plus ω² x = 0. Okay, then name 2 examples for simple harmonic motion. SHM-ന്റെ എക്സാമ്പിൾ പറയാം. ഓക്കെ, എന്താണ് എക്സാമ്പിൾ പറയാം? ഒന്ന് സിമ്പിൾ പെൻഡുലം,
ഒന്ന് ഓസിലേഷൻ ഓഫ് എ സ്പ്രിംഗ്. ഓക്കെ, അതും പറയാം. രണ്ട് എക്സാമ്പിൾ. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. എ സ്പ്രിംഗ് വിത്ത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് 1200 Newton per meter is mounted on a horizontal table as shown. A mass of 3 kg is attached to the free end of the spring. The mass is then pulled sideways to a distance of 2 cm and released. Determine the frequency of oscillations, maximum acceleration of the mass. അപ്പോൾ ഒരു സ്പ്രിംഗ്, ഒരു മാസ് അവിടെ ഉണ്ട്. ആ മാസിനെ നമ്മൾ വലിച്ചിട്ട് റിലീസ് ചെയ്യാണ്. ഇപ്പൊ എന്താ പറ്റുക? ആ മാസ് കിടന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പൊ ആ ഓസിലേഷന്റെ ഫ്രീക്വൻസി കാണണം, അതുപോലെ മാക്സിമം ആക്സലേഷൻ കാണണം. അപ്പൊ ആരെന്താ ചെയ്യേണ്ടത്? ഇത് ഫോക്കസ് ഏരിയക്കകത്ത് ഇല്ലാത്ത ടോപ്പിക് ആണ്. ഈ സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയ പറയുന്നില്ല, എങ്കിലും വേണമെങ്കിൽ ചിലപ്പോൾ കയറി ചോദിക്കാം. സോ നമുക്ക് സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. അപ്പൊ സ്പ്രിംഗിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമുക്കറിയാം എത്രയാണ്? 1200 ആണ് അല്ലെ? അപ്പൊ കെ ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. കെ. സോ കെ ഈസ് ഈക്വൽ ടു 1200 Newton per meter. യൂണിറ്റ് ഒക്കെ നോക്കണേ. 1200 Newton per meter. ദെൻ നമുക്ക് എന്തറിയാം? മാസ് അറിയാം. എത്രയാ മാസ്? 3 കിലോഗ്രാം ആണ്. സോ എം അറിയാം 2 കിലോഗ്രാം ആണ്. 3 കിലോഗ്രാം ആണ്, റൈറ്റ്? മാസ് എന്ന് പറയുന്നത് 3 കിലോഗ്രാം ആണ്. ദെൻ the mass is then pulled sideways to a distance of 2 cm and released. അപ്പോൾ ഈ മാസ് എന്ത് ചെയ്യും? ഒരു 2 cm വലിച്ചു വിടുകയാണ്. അപ്പൊ 2 cm മാക്സിമം പോവാ ഡിസ്പ്ലേസ് ചെയ്യാം. ഈ മാസിനെ ഒരു 2 cm വലിച്ചിട്ട് റിലീസ് ചെയ്യാണ്. അപ്പൊ 2 cm മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിന് മാക്സിമം ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് 2 cm എന്ന് പറയുന്നത്. ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞ പേരെന്താ? ആംപ്ലിറ്റ്യൂഡ്. സോ നമുക്ക് എന്തറിയാം? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 cm ആണ്. ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് 2 cm ആണ്. സെന്റിമീറ്റർ മതിയോ? 1 മീറ്റർ ആക്കണം. 0.02 മീറ്റർ. ഓക്കെ, അപ്പോ സ്പ്രിങ്ങിനെ പിടിച്ച് വലിച്ചു, അല്ലെങ്കിൽ മാസിനെ പിടിച്ച് വലിച്ചു. എത്ര സെന്റിമീറ്റർ വലിച്ചു? 2 cm വലിച്ചു. സൈഡ് വേസ് മൂവ് ചെയ്തു. അപ്പൊ 2 cm ആണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? പിന്നെ അങ്ങോട്ട് ഓസിലേറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 2 cm ആണ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. സോ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 2 cm. മീറ്ററിലാക്കണം. 0.02 മീറ്റർ. അപ്പൊ തന്നിരിക്കുന്ന കാര്യമല്ല, എന്ത് കാണണം? ഫ്രീക്വൻസി കാണണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി കാണണം. അപ്പൊ നമുക്കറിയാം ഫ്രീക്വൻസി ഇക്വേഷൻ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്. 1/ടൈം പീരീഡ് ആണ്. 1/t ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 1/ടൈം പീരീഡ് ആണ്. അതിൽ t എന്ന് പറയുന്നത് 2π/ω ആണ്. 2π/ω ആണ്. ആരാണ് t എന്ന് പറയുന്നത്? 2π/ω ആണ്. അപ്പൊ 1/t എന്തായിരിക്കും? തിരിഞ്ഞു വരും. ω/2π ആയിരിക്കും. ω/2π ആയിരിക്കും, റൈറ്റ്? ഇനി ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം എസ്എസ്എമ്മിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. √k/m ആണ്. √k/m ആണ്. സ്പ്രിംഗ് മാസിനകത്തും അത് k/m തന്നെ, √k/m തന്നെയാണ്. സോ ഒമേഗ = √k/m. സോ കൊണ്ടേ കൊടുക്കാലോ. ഒമേഗ എന്ന് പറയുന്നത് √k/m ആണ്. √k/m. ദെൻ താഴെ എന്തുണ്ട്? താഴെ 2π. സോ √k/m. k എത്രയാ? 1200 ബൈ എത്രയാ മാസ് വരുന്നത്? മാസ് 3 കിലോഗ്രാം ബൈ താഴെ എന്തുണ്ട്? 2π ഉണ്ട്. സോ എന്ത് വരും? 1200/3 400 ആണ്. √400 ബൈ 2π എന്ന് വരും. സോ √400 നമുക്കറിയാം 20 ആണ്. ഈക്വൽ ടു 20/2π എന്ന് വരും. 20/2π. ദെൻ 22 കട്ട് ചെയ്യാം, 10 വരും. സോ 10/π എന്ന് വരും. ബാക്കി നിങ്ങൾക്ക് ചെയ്യാം അല്ലെ? ഫ്രീക്വൻസി ആണ് എന്താ യൂണിറ്റ് വരിക? ഹെർട്സ് ആണ് യൂണിറ്റ് വരിക. സോ 10/π ഹെർട്സ്. ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 10/3.14 കൊടുത്താൽ ആൻസർ കിട്ടിക്കോളും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്യാം. അപ്പൊ എന്താ അറിയണ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫ്രീക്വൻസി എന്താണെന്ന് അറിയണം. എന്താണ് ഫ്രീക്വൻസി? 1/ടൈം പീരീഡ്. 1/ടൈം പീരീഡ്. ഒരു സെക്കൻഡിലുള്ള നമ്പർ ഓഫ് ഓസിലേഷൻസിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിലെ നമ്പർ ഓഫ് ഓസിലേഷൻസിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ 1/t. t നമുക്കറിയാം 2π/ω. 1/t എന്താ പറയാ? ω/2π. സോ F = ω/2π. പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നെയാണ്. അതിന്റെ അതേ ഇക്വേഷൻ ആണ് ഇവിടെയും വരുന്നത്. സോ ω = √k/m തന്നെയാണ്. k/m. k ഇവിടെ എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്കറിയാം 1200 ആണ്. m അറിയാം 3 കിലോഗ്രാം ആണ്. കൊണ്ടേ കൊടുത്തു, ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ചെയ്യാം. അടുത്തത് ചെയ്യാം. എന്താ അടുത്തത് പറയുന്നത്? സെക്കൻഡ് വൺ, ഫൈൻഡ് ദി മാക്സിമം ആക്സലറേഷൻ ഓഫ് ദി മാസ്. ഫൈൻഡ് ദി മാക്സിമം ആക്സലറേഷൻ ഓഫ് ദി മാസ്. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സലറേഷൻ ഇക്വേഷൻ അറിയണം. എങ്ങനെ ഫോക്കസ് ചെയ്യിക്കാത്തില്ല, ഒന്നും പറയുന്നില്ല. സോ ഒരു സിസ്റ്റമിന്റെ കേസിലെ ആക്സലറേഷൻ ഇക്വേഷൻ ആണ് a = -ω²y. a = -ω²y. എന്തുകൊണ്ടാണ് മൈനസ് വരാൻ കാരണം? നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ് അല്ലെ? എസ്എസ്എം ഡെഫിനിഷൻ അങ്ങനെയല്ലേ?
സോ എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ. അപ്പൊ അവിടെ ആകെ വൈ മാത്രം നോക്കിയാൽ മതി. സോ വൈ മാക്സിമം ആണെങ്കിൽ എ എന്തായിരിക്കും? എ മാക്സിമം ആയിരിക്കും. വൈ മാക്സിമം ആണെങ്കിൽ എ എന്തായിരിക്കും? എ മാക്സിമം ആയിരിക്കും. സോ എ മാക്സിമം എന്ന് പറയുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്ന മാക്സിമം ആക്സലേഷൻ. എ മാക്സിമം എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു പിന്നെ എന്താ വൈ മാക്സിമം. ആരാണ് വൈ? ഡിസ്പ്ലേസ്മെന്റ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആരാ? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സോ എന്താണ് ആക്സലേഷൻ ഇക്വേഷൻ? മൈനസ് ഒമേഗ സ്ക്വയർ വൈ. ചോദിച്ചേക്കുന്ന മാക്സിമം ആക്സലേഷൻ ആണ്. അപ്പൊ വൈ അവിടെ മാക്സിമം ആയിരിക്കണം. വൈ ആരാണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്താണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഇനി ഒമേഗ നമുക്കറിയാം, മൈനസ് വേണ്ട, എന്താ ഡയറക്ഷൻ മാത്രം കാണിക്കുന്നതാണ്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. സോ എ മാക്സിമം ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എന്ത് ചെയ്യാം? എന്നെടുക്കാം. ഒമേഗ എന്താ? ഒമേഗ റൂട്ട് കെ ബൈ എം ആണ്. അപ്പൊ എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് പോയി കെ ബൈ എം മാത്രമാവും. സോ കെ ബൈ എം ഒമേഗ റൂട്ട് കെ ബൈ എം. സോ ഒമേഗ സ്ക്വയർ എന്താ? കെ ബൈ എം ഇൻറ്റു എത്ര ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ആ മാസ് എത്ര മാത്രം വലിച്ചിട്ടുണ്ട്? 2 സെന്റിമീറ്റർ അല്ലെ? എത്ര ആംപ്ലിറ്റ്യൂഡ്? എത്ര മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്? 2 സെന്റിമീറ്റർ. മീൻസ് എത്ര ആംപ്ലിറ്റ്യൂഡ്? 2 സെന്റിമീറ്റർ. മീറ്റർ ആക്കണമായിരുന്നു 0.02 മീറ്റർ. അപ്പൊ എന്ത് വരും? ഇൻറ്റു 0.02. കെ നമുക്കറിയാം 1200. എം നമുക്കറിയാം 3 ഇൻറ്റു 0.02 ആണ് വരിക. സോ എന്ത് വരും? 400 ഇൻറ്റു 0.02 റൈറ്റ്. സോ എന്ത് വരും? നമുക്ക് അറിയാം 8 എന്ന് വരും അല്ലെ? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടുപിടിച്ചിരിക്കുന്ന ആക്സിലേഷൻ ആണ്, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സൈൻ വേണമെങ്കിൽ മൈനസ് കൊടുക്കാം, ഡയറക്ഷൻ വേണമെങ്കിൽ. ഓക്കെ, സോ ഇതാണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യിക്കത്തില്ല, മേ ബി ചോദിക്കാം. ഓക്കെ.